ഗുഡ് ആഫ്റ്റർനൂൺ. കോഴിക്കോട് പുതിയങ്ങാടിയിലുള്ള നെക്സയുടെ ഷോറൂമിലാണ്. ശരിക്കും RCM ബിസിനസ്സിൽ ഒരു സന്തോഷകരമായൊരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മുടെ ഒപ്പം ബിസിനസ്സിൽ പ്രവർത്തിച്ച വിനോദ് സാറിൻ്റെ ഒരു കാർ ഡെലിവറി ഇവിടെ നടക്കുകയായിരുന്നു. പല ആളുകളും ബിസിനസ്സിൽ വന്ന് ഇതിനകത്ത് എങ്ങനെ ഒരു വിജയമുണ്ടാക്കിയെടുക്കാം, എങ്ങനെ നല്ലൊരു അച്ചീവറായി ഈ RCMനകത്ത് മാറാം, എന്താണ് അതിൻ്റെ ഒരു സക്സസ് സീക്രട്സ് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട 1-2 കീ പോയിൻറ്റ്സാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ബിസിനസ് മേഖലയിലാണെങ്കിലും അതിനകത്ത് സ്ഥിരോത്സാഹത്തോടു കൂടി ഒരു എനർജിയോടുകൂടി നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. RCMനകത്ത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിക്കകത്ത് നമുക്കറിയാം നിരവധിയായ കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ ആകമാനം പ്രവർത്തിക്കുന്നു, നിരവധിയായ കമ്പനികൾ. പക്ഷേ RCMൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 18 വർഷത്തിലധികം പൂർത്തീകരിച്ച് 19ാമത്തെ വർഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി. ഡയറക്റ്റ് സെല്ലിങ്ങിനകത്ത് നമ്മൾ ആദ്യമായി RCMനെ മനസ്സിലാക്കുമ്പോൾ നമ്മളിതിനെ ഒരു ഉപഭോക്താവിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ബിസിനസ്സിനെ നമുക്ക് കൺവിൻസ് ആവും. അപ്പോൾ 100% ഒരു വിശ്വാസം ഈ പ്രോഡക്റ്റുകളാണെങ്കിലും കമ്പനിയിലാണെങ്കിലും സിസ്റ്റത്തിലാണെങ്കിലും ലീഡർഷിപ്പിലാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു 100% ബിലീഫ് നമുക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ടാവും. ഇന്ന് RCMലേക്ക് വന്നിരിക്കുന്ന പല ആളുകളും ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായി ഉൽപ്പന്നങ്ങൾ പരമാവധി 100% ഉപയോഗിക്കുക. രണ്ടാമത് ഇതിൻ്റെ പ്രോഗ്രാമുകൾ മീറ്റിങ്ങുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുക. മൂന്നാമത് മറ്റൊരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്കും ഇന്ന് ഇന്ത്യയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രാജസ്ഥാനിലെ ബിൽവാരയിൽ നമ്മൾ വർഷം ട്രിപ്പുകൾ പ്ലാൻ ചെയ്യാറുണ്ട്. RCMനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടുന്ന് രാജസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ ആട്ട ഉണ്ടാക്കുന്നതും ചായപ്പൊടിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്, ഈ കമ്പനിയുടെ 1977 മുതൽ ടെക്സ്റ്റൈൽ യൂണിറ്റുകളൊക്കെ നമുക്ക് കാണാനുള്ള വലിയൊരു അവസരം രാജസ്ഥാനിൽ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 550 ഏക്കറോളം സ്ഥലത്ത് ഇതിൻ്റെ ഹെഡ് ഓഫീസും കാര്യങ്ങളും അവിടെ സ്ഥിതി ചെയ്യുന്നു. ഇതൊക്കെ കാണുന്നതോടുകൂടി നമ്മളെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അനുഭവം എന്ന് പറഞ്ഞാൽ സാധാരണ നാട്ടിൽ ചെറിയ രൂപത്തിൽ ഈ ഒരു ബിസിനസ്സായി RCMനെ കണ്ട് ചെറിയ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന പല ആളുകളും ബിൽവാര ഹെഡ് ഓഫീസൊക്കെ കണ്ടതിന് ശേഷം വളരെ സീരിയസ് ആയിട്ട് ഇത്രയും വലിയൊരു കമ്പനിയിലാണോ ഞാൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇത്രയും വലിയൊരു കമ്പനിയുടെ ഒരു 50% ഒരു ഷെയർ ഹോൾഡർ, ഒരു പാർട്ണർഷിപ്പാണോ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ ബോധ്യത്തോടു കൂടി ആളുകൾ പ്രവർത്തനത്തിലേക്ക് വരാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഒരു ബിസിനസ്സിനകത്തേക്ക് നമുക്ക് നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമുക്കറിയാം ലോകത്തിൽ തന്നെ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ വലിയ പാത്തുകൾ തെളിയിച്ചിരിക്കുന്ന മുൻഗാമിയായി പോയിക്കൊണ്ടിരിക്കുന്ന USA ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷനിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റീറ്റെയിലിംഗ് നമ്മൾ എല്ലാ ഡയറക്റ്റ് സെല്ലിലും സെയിൽസിലേക്ക് നമ്മൾ നന്നായി ഫോക്കസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തർക്കും റീറ്റെയിലേഴ്സ് ഉണ്ടാവണം, നമ്മൾ കസ്റ്റമറെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് RCM ഇന്ന് വ്യത്യസ്തമായ ക്ലബ്ബുകൾ നമ്മളോടൊപ്പം കൂടെ, ഡയമണ്ട് ക്ലബ്ബ്, സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ്, സ്റ്റാർ ഡയമണ്ട് ക്ലബ്ബ്, ക്രൗൺ ക്ലബ്ബ്, ഇത്തരം ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നത് 100% നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഏത് ഉന്നതമായ ലെവലിലുള്ള ആളുകൾ, RCMൻ്റെ MD വരെ പറയുന്നൊരു കാര്യം, അദ്ദേഹം സെയിൽസിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അതിന് ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഡയമണ്ടിനോ വലിയ ലീഡേഴ്സിനോ ഒന്നും ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ സെയിൽസിൽ നമ്മളെപ്പോഴും ലിങ്കായി, കസ്റ്റമറായിട്ട് ലിങ്കായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ടീമിനകത്ത് എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും അതിന് കൃത്യമായ ഒരു ആൻസർ കൊടുക്കാൻ നമുക്ക് കഴിയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെയധികം റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് വളരെയധികം ഫോക്കസ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് RCM തരുന്നത്. ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ കസ്റ്റമറിലേക്ക് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്സ് നമുക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ആണ് ഈ ബിസിനസ്സിനകത്ത് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളൊരു റീറ്റെയിലിംഗ്, ഒരു സെല്ലിംഗ് ഹാബിറ്റ് നമ്മൾ നിലനിർത്തുക, അത് തുടർന്നുകൊണ്ടിരിക്കുക. അതിനകത്ത് വലിയ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവും, വലിയ ചാർജ് കിട്ടുന്നുണ്ടാവും, അത് ബിസിനസ്സിന് വലിയ മുതൽക്കൂട്ടാവും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിനകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഫുൾ ടൈം ആയിട്ട് വരുന്ന ആളുകളുണ്ട്, പാർട്ട് ടൈം ആയിട്ട് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ശരിക്കും സെയിൽസിലേക്ക് ഫോക്കസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട്. കാരണം നമുക്ക് 350-ലധികം ഉൽപ്പന്നങ്ങൾ, എല്ലാ ശ്രേണിയിലുള്ള പ്രോഡക്റ്റുകൾ ഈ ശൃംഖലയിലേക്ക് RCMലേക്ക് ഓരോ ദിവസവും എന്ന് പറയുന്ന രൂപത്തിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വരികയാണ്. അപ്പോൾ നമുക്ക് ഫുൾ ടൈം ആയിട്ട് ഇതിനെ എൻറോൾ ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കൃത്യമായ ഒരു സമയം 24 മണിക്കൂറിന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 8 മണിക്കൂർ നമ്മൾ ഏതെങ്കിലും ജോലിയിലാണെങ്കിൽ ജോലി ചെയ്യാം, 8 മണിക്കൂർ നമുക്ക് ഉറങ്ങാനാണെങ്കിൽ ഉറങ്ങാം. ബാക്കി വരുന്ന ഒരു 8 മണിക്കൂറിനകത്ത് ഒരു നിശ്ചിതമായി 2, 3, 4 മണിക്കൂർ നമ്മൾ ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ റിസൾട്ടാണ്. ഇപ്പോൾ എൻ്റെ പല എക്സ്പീരിയൻസുകളും കാണുന്നത് കഴിഞ്ഞ 4-5 മാസം മുമ്പൊക്കെ നമ്മളോടൊപ്പം വന്നിട്ട്
5-ാമത്തെ മാസം തന്നെ റോയൽറ്റിയുടെ 3-ാമത്തെ സ്റ്റേജിലേക്കൊക്കെ 10-50,000 രൂപ വരുമാനമുള്ള ലെവലിലേക്ക് വന്ന അച്ചീവേഴ്സ് നമ്മളോടൊപ്പം റെക്കോർഡ് അച്ചീവ്മെൻറ്റുകളാണ് പലരും നേടുന്നത്. കാരണം എന്താ പറഞ്ഞാൽ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി കൃത്യമായ ഒരു സമയനിഷ്ഠ, കൃത്യമായ ടൈം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാണ്. പല ആളുകളും വർഷങ്ങളുടെ കണക്കുകളൊക്കെ ഈ ഇൻഡസ്ട്രിക്കകത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അവരെത്ര വർക്കിംഗ് ഹവർ ഇതിനകത്തേക്ക് ഇട്ടു, എത്ര സമയം കൊടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ ദിവസങ്ങളിലും കൃത്യമായ ഒരു വർക്കിംഗ് പ്ലാൻ നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടാണ് നമ്മൾ കാണുന്ന നമ്മുടെ ടീമിലേക്ക് വരുന്ന, നമ്മൾ സെയിൽസ് മാത്രമല്ല നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട. ടീമിലേക്ക് വരുന്ന ഓരോ അംഗങ്ങളെയും അവർക്ക് വലിയ സ്വപ്നങ്ങളുണ്ട്. ഓരോ അംഗങ്ങളിലും ഒരു ഡയമണ്ടിനെ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പ്രവർത്തനങ്ങൾ കാണാൻ പറ്റണം. അപ്പോൾ ഓരോ അംഗങ്ങളുടെയും അവരോടൊപ്പം ഇരുന്ന് ലിസ്റ്റ് ഉണ്ടാക്കാനും അവരുടെ സ്വപ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ നീഡ് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്കൊരു പ്ലാനിങ് ഉണ്ടാക്കി കൊടുക്കാൻ. ഈ മാസത്തെ എന്താണ് നിങ്ങളുടെ പ്ലാനിങ്, അടുത്ത മാസം എന്താണ് നിങ്ങൾക്ക് പ്ലാനിങ്, ഈ വർഷം നമ്മൾ ഏത് നേട്ടത്തോടു കൂടിയാണ് ഈ ബിസിനസ് കൊണ്ടുപോകാൻ സ്വപ്നം, ഏത് സ്വപ്നമാണ് നിങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യം അവരോട് ചോദിച്ചുകൊണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു നല്ല ലീഡർഷിപ്പ്, ഒരു നേതൃത്വം, ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ വലിയൊരു വിഷനോടുകൂടി കേവലം നമ്മുടെ എക്കണോമിക്കൽ സാമ്പത്തികപരമായ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഉപരി ഒരു കാഴ്ചപ്പാടോടുകൂടി എൻ്റെ സമൂഹത്തിന്, എൻ്റെ സംസ്ഥാനത്തിന്, എൻ്റെ രാജ്യത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്രവർത്തനമാണ് എനിക്കിതിൽ ഏറ്റെടുക്കാനുള്ളൊരു ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മളിതിൽ ഏറ്റെടുക്കുക. നല്ലൊരു സ്വപ്നം നിങ്ങളുടെ മനസ്സിൽ എന്നും സ്വപ്നം. ഇന്ന് നമ്മളൊരു ഡ്രീം ഫുൾഫില്ലിംഗ് ഡേ ആണ് നമുക്കിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നമുക്ക് മനസ്സിൽ ശക്തമായി കോറിയിട്ടുകൊണ്ട് അതിനുവേണ്ടി അതെപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മറ്റൊരു തടസ്സങ്ങളുണ്ടാവുന്നില്ല. പല ആളുകളും തടസ്സങ്ങളെ പറ്റി പറയാറുണ്ട്, പ്രോബ്ലംസിനെ പറ്റി. പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ പ്രോബ്ലംസിനെ അവർ വലുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിലും വലിയ ലക്ഷ്യം അവർക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പം പ്രോബ്ലംസിനെ എപ്പോഴും മുന്നിൽ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഡ്രീംസ് ഇല്ലാത്ത ആളുകളാണ് അത് പറയുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് ഏത് ദുഷ്കരമായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ വലിയ സ്വപ്നങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ പോകാൻ പറ്റുന്നതാണ് നമ്മൾക്ക് അനുഭവം. എന്തായാലും ഈ ഒരു വർഷം വളരെ പ്രാധാന്യത്തോടു കൂടി സൗത്ത് ഇന്ത്യയെയും കേരളത്തെയും കമ്പനി വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ നിങ്ങളുടെ സ്വപ്നങ്ങളിലെ മുറുകെ പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും ഇതിനു വേണ്ടി പ്ലാനുകൾ ഉണ്ടാക്കി വർക്ക് ചെയ്തുകൊണ്ട് പുതിയ ആളുകളിലേക്ക്, ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അവർ നിങ്ങളിലൂടെ ആവട്ടെ, നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഈ സക്സസിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റായിട്ട് തുടർച്ചയായിട്ട് നിന്നുകൊണ്ട് തുടർച്ചയായിട്ടുള്ള ആവേശത്തോടു എനർജറ്റിക് ആയിട്ട് ഓരോ നിമിഷവും ആവേശത്തോടു കൂടി എക്സൈറ്റ്മെൻറ്റോടു കൂടി ഇതിനകത്ത് നിലനിൽക്കാനും പ്രവർത്തിക്കാനും വലിയ രൂപത്തിലൊരു ടീം ബിൽഡിങ്ങിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.